നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ നെല്ലിക്കയുടെ ഒരു ടിപ്പ് പറഞ്ഞു തന്നല്ലോ, കുറച്ച് അല്ലേ, കുഞ്ഞു ടിപ്പാണ്. നെല്ലിക്ക മാത്രം ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് അല്ലേ. അപ്പോൾ അതായത് മുടി കെട്ട് പണിഞ്ഞിട്ടുള്ള മുടി നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഫാമിലിയിലേക്ക് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തു വരുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ് കേട്ടോ, നന്ദിയുണ്ട് ഈ സപ്പോർട്ടിന് എല്ലാത്തിനും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു മോട്ടിവേഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങളത് ചോദിച്ചോളൂ കേട്ടോ. അഭിപ്രായങ്ങളും എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, ഞാൻ വീഡിയോയിൽ വന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇതുപോലെയുള്ള ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കിയവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 100% നിങ്ങൾക്ക് ഉറപ്പാക്കാം ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അതുപോലെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രേ ഹെയർ ആയവർക്ക്, മുടി നരച്ചവർക്കൊക്കെ ഈ ടിപ്സും കാര്യങ്ങളും ഉപയോഗിക്കാമോ എന്നൊരു സംശയമുണ്ട്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഈ ഞാൻ പറയുന്ന രീതിയിലുള്ള ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കറുത്തിരിക്കും നിങ്ങൾക്ക്. അതായത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രം നമ്മൾ അടുപ്പിച്ച് ചെയ്താൽ മതി. പിന്നെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്പർ രണ്ടാമത്തെ പാക്ക് ഇട്ടാൽ മതിയാവും. ഇത് ഒരു 15 ചിലത് 30 ദിവസം വരെ നിൽക്കും നമ്മളെ ഹെയർ ഡൈ. പിന്നെ മുടി വളരുന്നതനുസരിച്ചിട്ടാണ് കളറ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ടിപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ടിപ്സ് എന്നൊക്കെ പറയുന്നത് മുടി വളരാനും കൂടിയുള്ള ടിപ്സാണ് കേട്ടോ. നമ്മളുടെ ആയുർവേദത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിന് ഗുണം ഇരട്ടി ഫലം കിട്ടും, പലതിനും കിട്ടും അല്ലേ. ഒന്നിന് മാത്രം നമ്മൾ വിചാരിച്ച് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള റിസൾട്ട് ഗുണങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ നരച്ച മുടി ഡൈ ചെയ്യുന്നവർക്കാണെങ്കിലും അത് ആയുർവേദ ഡൈ വേണം കേട്ടോ. കെമിക്കൽ ഡൈ ഒക്കെ നിർത്തിക്കൊള്ളണേ. കെമിക്കൽ ഡൈ പല അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പം ഞാൻ ഈ എങ്ങനെയാണ് ആയുർവേദ പാക്ക് ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നതെന്ന് 2 തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 തരത്തിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ ആ കുറച്ച് ദിവസം മാത്രം ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. പിന്നെ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ചെയ്യുക, 1 മാസം കൂടുമ്പോൾ ചെയ്യുക, പിന്നെ 2 മാസം കൂടുമ്പോൾ ചെയ്യുക. കാരണം പിന്നെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് പാക്ക് ബേസ് ഇട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ അല്ലെങ്കിൽ അന്ന് തന്നെ വാഷ് ചെയ്തിട്ട് സെക്കൻഡ് പാക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ബേസിന്റെ ആവശ്യം ഉണ്ടാവില്ല, സെക്കൻഡ് പാക്ക് മാത്രം ചെയ്താൽ മതിയാവും. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയും വളരും, മുടി കറക്കുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് ചിലർക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ മുടിയുടെ കറുപ്പ് പോകുമോ? ഒരിക്കലും പോവില്ല കേട്ടോ. നിങ്ങളുടെ മുടിയുടെ കറുപ്പ് പോകാതെ തന്നെ നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇതുപോലെയുള്ള പാക്ക് ഇട്ടാൽ മതി, ഹെയർ ഡൈ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ ഹെയർ ഡൈ എന്ന് പറയുന്നത് കളറ് മാത്രമല്ല, മുടിയും വളരും കേട്ടോ. മുടി വളരും, മുടിക്ക് തിക്നെസ് ഉണ്ടാവും. കുഞ്ഞു മുടി വളരുന്നതനുസരിച്ച് നമ്മൾ ബേസ് ആക്കി കൊടുക്കുക, പിന്നെ സെക്കൻഡ് പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളുടെ മുടി കറുത്ത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കെമിക്കൽ ഡൈറ്റിന് പകരം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. കെമിക്കൽ ഡൈ തലവേദന ഉണ്ടാക്കും, ട്യൂമർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു റീസണും ഇല്ലാതെ തലയിൽ ട്യൂമർ വന്നപ്പോൾ ഡോക്ടർ അന്വേഷിച്ചപ്പോൾ അവർക്ക് പിന്നീട് പറയാൻ സാധിക്കുന്നത് ഈ ഡൈ മൂലമായിരിക്കുമോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പലർക്കും ഇപ്പോൾ ചിലർ പറയില്ലേ കെമിക്കൽ അലർജിയാണ് അല്ലേ, ഡൈ തലവേദന ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ശരിക്കും പൂർണ്ണമായിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആയുർവേദ ഡൈ മാത്രമായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടി കറുപ്പിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കെമിക്കൽ ഡൈ നിർത്തിയിട്ട് നിങ്ങൾ ആയുർവേദ ഡൈ ഉപയോഗിച്ചോളൂ. ഞാൻ പറയുന്ന 2 തരത്തിലുള്ള പാക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കും കാര്യങ്ങളും അതും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് മുടിക്ക് വേണ്ടി വരില്ല, ഇവിടെ വളരുന്ന മുടി മാത്രം നരച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം, ചെയ്യാം. അപ്പോൾ ഡൈ ചെയ്യുന്നവർക്കും ഹെയർ ഡൈ ചെയ്യുന്നവർക്കും നമ്മുടെ ടിപ്സ് ഉപയോഗിക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഹെയർ ഡൈ ചെയ്യുന്നവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ടിപ്സും കാര്യങ്ങളും നമുക്ക് ഉപയോഗിച്ച് മുടി നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ എന്നും പറയുന്ന പോലെ നമുക്ക് 2 സംഭവങ്ങൾ വേണ്ടാന്ന് വെക്കാം. ഇത് ഷാമ്പു വേണ്ടാന്ന് വെക്കാം, പിന്നെ നമ്മൾ സോപ്പ് വേണ്ടാന്ന് വെക്കാം കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മുടിയുടെ ആ കൊഴിച്ചുപോക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോന്നിനും നമുക്ക് ഓരോ തരത്തിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ സമയം എന്തിനു വേണ്ടിയിട്ട് ഏതൊക്കെ പാക്കും കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന്. അതുപോലെ നമുക്ക് മുടിക്ക് സിൽക്കി ഇരിക്കാൻ വേണ്ടി, മുടി സിൽക്കി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടയുടെ പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുട്ടയുടെ വെള്ള മാത്രം മതിയെങ്കിൽ വെള്ള മാത്രം, അങ്ങനെ വെള്ളം മതി എനിക്ക് മഞ്ഞ വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വെള്ളം മാത്രമായാലും മതി. പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും ഞാൻ രണ്ടും എടുക്കും കേട്ടോ, വെള്ളയും എടുക്കും മഞ്ഞ എടുക്കും, കോഴിമുട്ട കേട്ടോ. അപ്പൊ ആ മുട്ടയുടെ പാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് മുട്ട ഏതെല്ലാം ആയുർവേദ പാക്കിന്റെ കൂടെ ഉപയോഗിക്കാമോ, പൊടിയുടെ കൂടെ അതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മുടി പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയുടെ കൊഴിഞ്ഞുപോക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, സഡൻ ആയിട്ടുള്ള ഹെയർ ഫോൾ തടയാൻ വേണ്ടിയിട്ട് അതും മുട്ട ചേർത്തിട്ടുള്ള പാക്ക് ഉണ്ട് കേട്ടോ. അതും ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് തേക്കുമ്പോൾ നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മുടെ മുടി സിൽക്കി ആയിരിക്കും, മുടി വളരും കേട്ടോ, ഗ്രോത്ത് ആയിരിക്കും. പിന്നെ നമ്മള് എന്താണ് കൊഴിഞ്ഞുപോക്ക് നിൽക്കും ചെയ്യും കേട്ടോ. അതുപോലെ മുടിക്ക് തിക്നെസ് ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മുടി തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്ക, അതുപോലെ മൈലാഞ്ചി, പിന്നെ എള്ള്, ഇത് 3 ചേർത്തിട്ടുള്ള പാക്ക്. ഇത് 3 നമ്മള് അതായത് ഇപ്പോ മൈലാഞ്ചിയൊക്കെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ പൊടികളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. പണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ മൈലാഞ്ചി ഇലകൾ കളക്ട് ചെയ്യും. നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ മൈലാഞ്ചി ഇലകൾ ഉണ്ടാവും, മൈലാഞ്ചി ചെടി ഉണ്ടാവും. അപ്പൊ എന്നോട് പറയുന്നത് മൈലാഞ്ചി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പറിച്ചോളൂ കേട്ടോ. അപ്പൊ അവർക്കറിയാം ഞാൻ കുട്ടിക്കാലം മുതലേ മുടി എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടം എനിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ കേട്ടോ. സ്വന്തക്കാരുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ 2 റിബണും കൂടി എടുക്കും ഞാൻ. എന്തിനാണെന്നറിയോ, അവിടെ സ്റ്റേ ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ മുടി 2 ഇടും, 2 പിന്നെ ഇടും. പിന്നെ ഇട്ടിട്ട് ബ്ലാക്ക് റിബണാണ് 2 അത് 2 വശവും പിന്നിട്ട് മടക്കി കെട്ടും. അപ്പൊ അത് എവിടെ പോകുമ്പോഴും അത് ചെയ്യും. എൻ്റെ കൂടെ ആ റിബണും ഉണ്ടാവും കേട്ടോ. അപ്പൊ വീട്ടിലൊക്കെ കൊച്ചിച്ചെന്റെ അമ്മാവന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോ അവര് ചോദിക്കും, റിബൺ എടുത്തിട്ടുണ്ടമ്മ എന്ന് ചോദിക്കും. കാരണം അവർക്കറിയാം ഞാനിതിങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2 വയസ്സിൽ തലമുടി മൊട്ടയടിച്ചിട്ട് കണ്ണാടി നോക്കി കരഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ആ കുട്ടിക്കാലം മുതലേ ഉള്ളിന്റെ ഉള്ളില് മുടി എന്ന് പറയുന്ന ഭയങ്കര ക്രൈസ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഞാൻ ഇവരുടെ സ്വന്തം കാരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോ ഇതുപോലെ മൈലാഞ്ചിയൊക്കെ ഉള്ള പാക്ക് തേക്കുന്നത് അവർക്കറിയാം. അപ്പൊ അവര് എന്നോട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 8ാം ക്ലാസ് മുതൽ പാക്കൊക്കെ തേച്ച് തുടങ്ങിയതാണ്. മുത്തച്ഛൻ വൈദ്യനായിരുന്നു, പാലക്കാട്ടെ മുത്തച്ഛൻ പറഞ്ഞു തന്ന മരുന്നാണ് അത്. അന്നൊക്കെ നെല്ലിക്കയുടെ ഉണങ്ങിയ നെല്ലിക്ക കിട്ടും. പിന്നെ അതുപോലെ ഇരട്ടിമധുരം വേരുണ്ടല്ലോ, ഉണങ്ങിയ വേരാണ് ഇരട്ടിമധുരം കിട്ടുക. ഇന്നത്തെ പോലെയൊന്നും പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഓരലില് കുത്തി 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 ചതച്ചെടുക്കും. അമ്മ ജോലിക്ക് പോകുന്ന സമയം, അപ്പൊ ഞാൻ ആണ് ഇത് ഇങ്ങനെ കുത്തി ചതച്ച് അമ്മിക്കല്ലിൽ വെച്ചിട്ട് വെള്ളം ചേർത്ത് ഇങ്ങനെ അരച്ചുകൊണ്ടേയിരിക്കും. അരച്ചരച്ച് പേസ്റ്റ് പരുവത്തിലാക്കും. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇത് നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് തലയോട്ടിലും തലമുടിയിലും തേക്കാനാ പറയുന്നത്. അപ്പൊ നെല്ലിക്ക വലിപ്പം എനിക്ക് മതിയാവില്ല. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളത് കൂട്ടിയെടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ നല്ല നല്ല റിസൾട്ടാട്ടോ. എളുപ്പം മുടി ഇങ്ങനെ വേഗം വളരുന്നതായിട്ട് തോന്നും. അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേര് ചോദിക്കും, രേഖ എന്താ തേക്കണേ, ഡെയിലി മുടി വളരണോ? കാരണം ആ വളർച്ച മറ്റുള്ളവർക്ക് പോലും അറിയാൻ പറ്റും.
അത്രയ്ക്ക് മുടി വളരും, നന്നായിട്ട് മുടി വളരും. ഇന്നും ഞാനത് ഓർക്കണ്ട മുത്തച്ഛൻ പറഞ്ഞു വന്നത്. ആ 8ാം ക്ലാസ് മുതൽ തേക്കുന്ന ടിപ്സ് ഇന്നും ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അന്ന് കുട്ടിക്കാലം മുതലേ ഈ പാക്കും കാര്യങ്ങളൊക്കെ തേക്കുന്നതുകൊണ്ട് എപ്പോ വേണമെങ്കിലും രാത്രി വേണമെങ്കിലും എനിക്ക് പാക്ക് തേച്ച് കിടക്കാം കേട്ടോ. യാതൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ ശീലിച്ചത് നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അത് കാരണം ചിലവർക്ക് 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും തലവേദന വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇനിയിപ്പോ പകലാണെങ്കിലും ചില സമയങ്ങളിൽ ഡേ ടൈം ഫുള്ളും നേരം തേച്ച് പിടിപ്പിച്ച് വെക്കും, എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കുട്ടികളെയൊക്കെ കുട്ടിക്കാലം മുതലേ ഇതെല്ലാം ശീലിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നമുക്ക് പൊടികൾ കിട്ടും, എന്നാൽ പോലും മുടിക്ക് വേണ്ടിയിട്ട് അവര് കുറച്ച് സമയം ചെലവഴിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ കുത്തി ചതച്ച് അമ്മീമ്മ ഇട്ട് അരച്ച് ഇങ്ങനെ അരച്ചെടുക്കണം. പിന്നെ +1 +2 അതായത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ സമയത്ത് അമ്മൂമ്മ വീട്ടിൽ ഒരു കൂടെ നിൽക്കാനായിട്ട്. അമ്മ ജോലിക്ക് പോകുമല്ലോ, അപ്പൊ എനിക്ക് കൂട്ടിന് വേണ്ടി അമ്മൂമ്മയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ അമ്മൂമ്മ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇഷ്ടത്തിനൊക്കെ വിട്ടുതരും. അപ്പൊ അമ്മൂമ്മ ഇന്ന് ഇങ്ങനത്തെ എണ്ണ തേച്ചാലോ, അപ്പൊ ഏതെണ്ണ ഞാൻ പറഞ്ഞോ അത് അമ്മൂമ്മ കാച്ചി തരും. അമ്മൂമ്മ ഇന്ന് നമുക്ക് ചെമ്പരത്തി എണ്ണ എടുത്താലോ എന്ന് ചോദിക്കും. വേഗം ചെമ്പരത്തി പൂവിന്റെ എണ്ണ അത് ഉണ്ടാക്കി തരും. അമ്മൂമ്മ പല എണ്ണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചെമ്പരത്തി പൂവിന്റെ എണ്ണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതുപോലെ കയ്യുണ്ണിയത്തിന്റെ എണ്ണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ചിരട്ടക്കരിയുടെ വരെ, ചിരട്ട കത്തിച്ചിട്ട് ആ ചാരമുണ്ടല്ലോ ചിരട്ടയുടെ കരി, അത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പില വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കി, അങ്ങനെ പല പല എണ്ണകൾ ഞാൻ തേച്ചിട്ടുണ്ട്. അമ്മ എന്നെ തേപ്പിച്ചിരുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. അതായത് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നിന്നുള്ള വെളിച്ചെണ്ണയാണ് കുട്ടിക്കാലത്തൊക്കെ അമ്മ എനിക്ക് തേച്ച് തന്നിരുന്നത്. ഇപ്പോഴും ചില സമയത്ത് ഞാനത് തേക്കാറുണ്ട് കേട്ടോ. ഒന്നിച്ച് എടുത്തു വെക്കും, കുറച്ച് നാളികേരം പാല് പിഴിഞ്ഞ് ഒന്നിച്ച് അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും. ഇപ്പോഴും ഞാനത് ഇടയ്ക്ക് തേക്കാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ വീഡിയോയില്, ഏത് എണ്ണ തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. നീലിബെങ്ങാതി തേച്ചോ കുഴപ്പമില്ല, കറിവേപ്പിലയുടെ തേച്ചിട്ടുണ്ട്, അതുപോലെ ചെമ്പരത്തി വെളിച്ചെണ്ണ, ചെമ്പരത്തി പൂവിന്റെ വെളിച്ചെണ്ണ, പിന്നെ കയ്യുണ്ണിയും വെളിച്ചെണ്ണ, കൂടാതെ കരിവേപ്പില നമ്മൾ അരച്ചിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി വെക്കും. എന്നിട്ട് നമ്മൾ അകത്ത് വെച്ച് റൂമിൽ വെച്ചിട്ട് വെയിൽ കൊള്ളാതെ ഉണക്കിയെടുക്കും. ഉണങ്ങി കഴിയുമ്പോൾ അത് പച്ച വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കും. ആ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. കൂടാതെ നെല്ലിക്ക ഉണ്ടല്ലോ, പച്ച നെല്ലിക്ക, അത് ചതയ്ക്കും. എന്നിട്ട് ഒരു ഭരണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെളിച്ചെണ്ണയിൽ നെല്ലിക്ക ഇട്ട് വെക്കും. എന്നിട്ട് നന്നായിട്ട് കെട്ടി വെക്കും. കെട്ടി വെച്ചിട്ട് 1 മാസം കഴിയുമ്പോൾ അതെടുത്ത് ആ വെളിച്ചെണ്ണ എടുത്ത് തേക്കാറുണ്ട്. അപ്പം ഏത് വെളിച്ചെണ്ണ എപ്പോൾ തേച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പലരും ചോദിക്കും എണ്ണ മാറി മാറി തേച്ചാൽ മുടിയൊക്കെ പോകുമെന്ന്. അത് ഓരോരുത്തരുടെ സംശയമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ് മുടി, നമ്മുടെ ബോഡി കേട്ടോ. അപ്പൊ കുട്ടിക്കാലത്താണെങ്കിലും കുട്ടികളെ ഇങ്ങനെ മാറ്റി തേപ്പിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോഴത്തെ ആൾക്കാർ വിചാരിക്കും ഒന്നും ഇപ്പോഴത്തെ ഉണ്ടാവുമോ, പിടിക്കായിക വരും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് കുറേശ്ശെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് പുതിയ എണ്ണയൊക്കെ പരീക്ഷിക്കുന്നവര് നെറുകയിൽ തേക്കരുത് കേട്ടോ. ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവരെല്ലാം സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കാം, മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെ അമ്മൂമ്മയാണെങ്കിൽ കൂടെ വരുമ്പോൾ അമ്മൂമ്മയ്ക്കും ഇഷ്ടമാണ്, എനിക്ക് മുടി ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇതുപോലെ പല പല എണ്ണകൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പൊ അതാണ് ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ അതുപോലെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ക്ലിനിക്കുള്ളപ്പോഴും ഞാനാണ് ഒരു വെള്ളരി പോലെ എല്ലാം പരീക്ഷിക്കുന്നത് കേട്ടോ. കാരണം എനിക്കത് ഇഷ്ടമാണ് പരീക്ഷിച്ച് റിസൾട്ട്. ഇപ്പം എല്ലാ ടിപ്സും കാര്യങ്ങളും ഞാൻ ചെയ്യാത്ത ഒരു ടിപ്സും ഞാൻ നിങ്ങളെ കാണിച്ചു തരാറില്ല കേട്ടോ. എല്ലാ ടിപ്സും ഞാൻ ഉപയോഗിച്ച് എനിക്ക് 100% റിസൾട്ട് ഉള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളില്ലാതെ നമുക്ക് ചുറ്റും കുറേ ചെടികളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ. പിന്നെയും പറയുമ്പോൾ കേട്ടവർക്ക് പിന്നെ ഒരു ആവർത്തന വിരസത വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കാണൂ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. കേട്ടവർക്ക് പിന്നെയും ഇതൊരു
ഓ, ഇത് പറഞ്ഞതാണല്ലോ പിന്നെ ഞങ്ങൾക്ക് ഇത് കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്നാലും പുതിയ ആൾക്കാർക്ക് പിന്നെ എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്റെ ഫുള്ള് വീഡിയോസ് കാണും കേട്ടോ. അപ്പൊ അതിൽ ഓരോന്നും ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങള് പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കാണാം. അപ്പൊ ഈ വീഡിയോ എന്തിനാണ് ഈ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം അതും അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നമ്മള് ചുറ്റുപാടുള്ള ചെടികൾ, ആയുർവേദ ചെടികൾ, മുയൽച്ചെവി, പൂവാങ്കുരുന്നല്, അതുപോലെ കീഴാർനെല്ലി, മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ബെസ്റ്റാണ് അല്ലേ അത്, മുക്കൂറ്റി, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ആയുർവേദ ഈ ചെടികൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടി സംരക്ഷിക്കാം. എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ടു നോക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോ ഇന്ന് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നെല്ലിക്കപ്പൊടി സമം എടുക്കാം. നെല്ലിക്കപ്പൊടി സമം എടുക്കാം. അതുപോലെ മൈലാഞ്ചി സമം എടുക്കാം. ഇതിന്റെ പകുതി എടുത്താൽ മതി എള്ള്, നല്ല കറുത്ത എള്ള്. അപ്പൊ ഇപ്പൊ 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ആണെങ്കിൽ 2 സ്പൂൺ മൈലാഞ്ചി പൊടി ആണെങ്കിൽ 1 സ്പൂൺ നമ്മള് എടുത്താൽ മതി ഈ എള്ള് കേട്ടോ, കറുത്ത എള്ള്. ഇത് ഈ എള്ളൊന്ന് കുതിർത്തിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചിട്ട് ഈ പൊടികൾ മറ്റേത് രണ്ടും പൊടിയായിട്ട് കിട്ടുമല്ലോ. ഇതിന്റെ കൂടെ ഈ മൈലാഞ്ചി പൊടിയുടെ നെല്ലിക്കപ്പൊടിയുടെ കൂടെ ഈ എള്ളും കൂടി അരച്ച് ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മള് തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളും. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. മുടിക്ക് നല്ല തിക്നെസ് ആയിട്ട് വരും. മുടി കണ്ടോ, നല്ല ബ്ലാക്കും ഉണ്ടാവും, നിങ്ങൾക്ക് മുടിക്ക് തിക്നെസ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ കൂടുതലും ഞാൻ എണ്ണ തേക്കുന്നത് എങ്ങനെയാണെന്ന് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ സമയങ്ങളിൽ എണ്ണ തേക്കാം, ഏതൊക്കെ സമയങ്ങളിൽ തലമുടി വെട്ടാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു നോക്കൂ. അപ്പൊ ഇന്നത്തെ ടിപ്പായിട്ട് നിങ്ങൾ ഇത് എടുത്താൽ മതി കേട്ടോ. മൈലാഞ്ചിപ്പൊടി, നെല്ലിക്കപ്പൊടി, പിന്നെ എള്ള്, ഇത് 3 ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് തലമുടിയിലും തലോട്ടിലും തേച്ച് പിടിപ്പിച്ചോളൂ. എന്തിനാണ്, മുടി ഗ്രോത്ത് ഉണ്ടാവും, മുടി നല്ല തിക്കായിട്ട് വളരും കേട്ടോ. മുടിക്ക് നല്ല തിക്നെസ്സും തോന്നും. നല്ല ബെസ്റ്റ് പാക്കാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാക്കാണ് കേട്ടോ. അപ്പൊ അതുപോലെ സെറം എന്തൊക്കെയാണോ അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ സെറം നമുക്ക് ഇടയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കണം. വീഡിയോസൊക്കെ പിന്നെ വൈകുന്നേരങ്ങളിൽ മുടി വിടുത്താൽ ഒരിക്കലും കോമ്പ് കൊണ്ട് മുടി വിടരുത്, എന്ത് ചെയ്യരുത്, ക്ലീൻ ചെയ്യരുത്. നിങ്ങൾ വിരൽ കൊണ്ട് വേണം മുടി വിടരുത്. ഇങ്ങനെ എല്ലാം ജട മുഴുവനും കളയണം കേട്ടോ. വിരൽ ഉപയോഗിച്ച് ചെയ്തിട്ട് കോമ്പ് ഉപയോഗിക്കാം. മസാജിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോമ്പ് ഉപയോഗിക്കാം. ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. രാത്രിയും രാവിലെയും 5 മിനിറ്റ് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിനെ തലോട്ടിന്ന് ഇങ്ങനെ ഏരിക്കൊണ്ടിരിക്കുക. അത് 5 മിനിറ്റ് ചെയ്താൽ മതി. കാലത്തും ചെയ്യാം, രാത്രിയും ചെയ്യാം. എന്തിനാണെന്നറിയോ, മുടി നന്നായിട്ട് പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതുപോലെ ഒരു ഫാമിലിയിലെ ഇതുപോലെ ഉപയോഗിച്ചിട്ട് ചേച്ചി എനിക്ക് അത് ഉപയോഗിച്ചപ്പോൾ, ചേച്ചി പറഞ്ഞ പോലെ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഹെയറൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുടി പിന്നെ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇത് സ്കാൽപ്പിന് ഒരു മസാജും കൂടിയാണ് നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ മുടി കോമ്പ് ഉപയോഗിച്ച് പിടുത്തരുത്, നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് പിടുത്തിയിട്ട് വേണം കോമ്പ് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ മുടിയെല്ലാം പൊട്ടി പോകും. നമ്മുടെ അശ്രദ്ധ കൊണ്ട് മുടി പൊട്ടാൻ പാടില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ 100 മുടിയോളം നമുക്ക് ഊരിപ്പോകാം, പക്ഷെ ഇരട്ടി മുടി വളരും. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പോകാൻ പാടില്ല കേട്ടോ. പോകേണ്ട പഴയ മുടിയെല്ലാം പൊക്കോട്ടെ കേട്ടോ. അതൊക്കെ നോക്കാം. പിന്നെ താരനുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് കുറച്ച് അസുഖങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും കേട്ടോ. കൂടാതെ നമ്മൾ ചില ഈ സൈക്ലിങ്ങിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത്, ഹെയർ സ്റ്റേജസിന് 3 സ്റ്റേജസ് ആണ് ഹെയർ ഗ്രോത്തിന്. അത് എന്തൊക്കെയാണെന്നും അത് ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് മുടിക്ക് വരുന്ന മാറ്റങ്ങളെന്നും, അങ്ങനെ വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കണം, അകത്തേക്കും അതുപോലെ
പുറത്തേക്കും പാക്കായിട്ടും എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ അതില് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതില് നമ്മൾ റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, സ്ലോ ഡൗൺ ഉണ്ടാവും, ഷെഡിങ് ഉണ്ടാവും. ഇതെല്ലാം തിരിച്ച് റാപ്പിഡ് ഗ്രോത്തിലേക്ക് വരും. അപ്പൊ ഓരോന്നിനും ഓരോ കാലയളവുണ്ട് കേട്ടോ. ആ കാലയളവിൽ അത് വന്നുകൊണ്ടിരിക്കും. അതാണല്ലോ ചില സമയം ചിലർ പറയില്ലേ, നേരത്തെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ മുടിയെല്ലാം പോയി. ചിലർ പറയും മുടിയൊക്കെ പോയിട്ട് വീണ്ടും വന്നു. അപ്പൊ ഈ സ്റ്റേജസ് ആണ് കേട്ടോ. അത് സൈക്ലിംഗ് ആണ്. ആ സൈക്ലിംഗ് വരുമ്പോൾ നമ്മുടെ മുടി പോകും, പക്ഷെ അതനുസരിച്ചിട്ട് മുടി വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. നമ്മൾ മുടി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് മുടി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പോയി പോയി ഇത്രയൊക്കെ ആയി കൊഴിഞ്ഞു പോയി. വളരെ ദുഃഖമുണ്ട് കാണുമ്പോഴും അവര് പറയുമ്പോഴൊക്കെ കേൾക്കുമ്പോഴൊക്കെ കേട്ടോ. അപ്പൊ അത് നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ ടിപ്സും കാര്യങ്ങളും ജെല്ലും ഒക്കെ കൊടുക്കണം. എന്നാലേ നമുക്ക് ഇപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെടി നട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, അതിന് വെള്ളവും വളവും ഇല്ലെങ്കിൽ അത് പോവില്ലേ. അപ്പൊ വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടിരുന്ന അതിങ്ങനെ നേരെ പൊങ്ങി വരും. പക്ഷേ വളവും കൂടി ഇട്ടാണല്ലോ അതിന് റിസൾട്ട് കിട്ടും അതിൽ നിന്ന്. അതേപോലെയാണ് നമ്മളുടെ മുടിയുടെ കാര്യത്തിൽ കേട്ടോ. ചിലര് പറയും മുടി അങ്ങനെ വളർന്നോളും കേട്ടോ, പക്ഷെ വളരും. ഒരു കാലം കഴിയുമ്പോൾ അത് പോയാൽ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ മുടി കെയറായിട്ട് പോകണം കേട്ടോ. മുടി വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ആൺകുട്ടികൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ മുടി കൊഴിഞ്ഞു പോണേന്. പെൺകുട്ടികളെ കാണുന്ന ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണുമ്പോൾ കൂടുതൽ സംശയം വയ്ക്കുന്ന ആൺകുട്ടികളാണ് കേട്ടോ. പലരും ഇതുപോലെ ഒരു പാക്ക് ഉണ്ട്. അതിപ്പോ ഞാൻ ഈ അയൺ ചീനിച്ചട്ടിയിലാണ് കാണിക്കുന്നത്, ഇരുമ്പ് ചീനിച്ചട്ടിയില്. അപ്പൊ ദുബായിന്ന് ഒരു കുട്ടി മെസ്സേജ് ചെയ്യിക്കാണ്, പിന്നെ ചേച്ചി എൻ്റെ കയ്യില് ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ല, അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ചെയ്താൽ മതിയോ എന്ന്. ആൺകുട്ടിയാണ്. അപ്പൊ ഇപ്പോഴും ചിലപ്പോ ആൺകുട്ടികൾ എന്നെ കാണുമ്പോൾ പറയും, ചേച്ചി മുടിയൊക്കെ കഷണ്ടി ആവണം, ഊരിപ്പോന്നാണ്, എന്താ ടിപ്സ് ഇങ്ങനെ. അപ്പൊ ശരിക്കും ആൺകുട്ടികൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ് മുടിയുടെ കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതൽ താല്പര്യം ആൺകുട്ടികൾക്കാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സും കാര്യങ്ങളും. അപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികൾ വന്ന് ഓരോന്ന് പറയുമ്പോഴും വലിയ ആൾക്കാരൊക്കെ ആയിട്ടേ, വലിയ ആൾക്കാരും ഉണ്ട് കേട്ടോ. വലിയ ആൾക്കാർക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. ഒലിവ് ഓയിലും മറ്റേ കറ്റാർ വാഴയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് മുടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫോട്ടോ മുമ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ളതും ഉപയോഗിച്ചതിന് ശേഷമുള്ളതൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കും കാര്യങ്ങളൊക്കെയാണ്. മുടിയെക്കുറിച്ച് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ കേട്ടോ. എത്രത്തോളം ഇതിനെ കുറിച്ച് വിവരിക്കുന്നു അത്രത്തോളം എനിക്ക് താല്പര്യമാണ് വിവരിക്കാനും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞു തരാനും കേട്ടോ. അപ്പൊ ഒരിക്കലും വിഷമിക്കണ്ട. മുടി ഊരി പോയവർക്കെല്ലാം മുടി തിരിച്ചു വരും. നമ്മുടെ ഈ പാക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ മുടി, എൻ്റെ ഫുള്ള് മുടി കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഫുള്ള് മുടി തന്നെയാണ് കേട്ടോ. ഞാൻ മിക്ക എൻ്റെ പ്രൊഫൈലിലും അതുപോലെ വീഡിയോസിന്റെ ഇടയ്ക്കൊക്കെ ഇടുന്നതും ഈ തബ്നയിലൊക്കെ ഇടുന്നത് എൻ്റെ മുടിയാണ് കേട്ടോ. അപ്പൊ നീളത്തോടു കൂടിയ മുടിയും പിന്നെ ലെങ്തി ആയിട്ടുള്ളതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് മോട്ടിവേഷൻ തരാം, ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരും, തിരിച്ചും മറിച്ചും കേട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ കാണാം.